Okay, good afternoon. Okay, good afternoon. Good afternoon all. Good afternoon. Okay, thank you. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇതിന്റെ ടെൻസസ് എല്ലാം ക്ലിയർ ആണോ? ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? പറയൂ, ക്ലാസ് ബോറിംഗ് ആണോ? No, ma'am. Not boring. ടെൻസസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും ടെൻസ് ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചു. ടെൻസിന്റെ എല്ലാ നോട്ടും തന്നിട്ടില്ലേ? നോട്ട്സ് എല്ലാം തന്നിട്ടില്ലേ ടെൻസിന്റെ? തന്നിട്ടുണ്ട് മാം. തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? പാസ്റ്റിലാണെങ്കിൽ, പ്രസന്റ് ആണെങ്കിൽ, ഫ്യൂച്ചർ ആണെങ്കിൽ ഏതെങ്കിലും ടെൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. എല്ലാം ടെൻസ് എല്ലാം ക്ലിയർ ആണ്. ഡൗട്ടല്ല മാം, പ്രസന്റ് പാസ്റ്റിലേക്ക് പോകുമ്പോ ആകെ കൺഫ്യൂഷൻ വരുന്നു. പ്രസന്റിന് പാസ്റ്റിലേക്ക്, പ്രസന്റിന് പാസ്റ്റോ, പാസ്റ്റിന് പ്രസന്റിലേക്കല്ലേ? സോറി അങ്ങോട്ട് അപ്പൊ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, പാസ്റ്റിന് പ്രസന്റിലേക്ക് വരുന്നത് അത് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതില് നമ്മളൊരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റില് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. ആ ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ രാവിലെ നമുക്കൊരു അസൈൻമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അസൈൻമെന്റ് നമ്മള് രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഴുതി നമ്മുടെ വൈകിട്ടായപ്പോൾ അത് കംപ്ലീറ്റ് ആയി. നമ്മളപ്പോ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ അസൈൻമെന്റ് എന്ന് പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ അസൈൻമെന്റ്. പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി പ്രസന്റിൽ അവസാനിക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് യൂസ് ചെയ്യാം. അതിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹാസും ഹാവിനും ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് V3 ഫോം ആണ്. ഇത് അതിന്റെ റൂൾസ് ആണ്. ആ റൂൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ടെൻസ് സെന്റൻസ് ചെയ്യുമ്പോ മിസ്റ്റേക്ക് ഇല്ലാതെ വരുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ അല്ലേ? അപ്പോ അതിന് മലയാളം വരുന്നത് ഞാൻ അസൈൻമെന്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മലയാളം? ഞാൻ എന്റെ അസൈൻമെന്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് പറയും അല്ലെ? ഞാൻ മുൻപ് അവനെ കണ്ടിട്ടുണ്ട്. I saw him before. I saw him before. I have saw him before എന്ന് പറയാം. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. I have seen him before. Seen ആണ് വിധിക്കുന്നത്. I have seen him before. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഇതുണ്ട് എന്ന് വരുന്നത് പെർഫെക്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ,
ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്, ഞാനവിടെ കണ്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മലയാളം മീനിങ് എഴുതി വെക്കും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്നുണ്ട്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും ഹൗസ് വൈഫ് ആണ്. നമ്മള് രാവിലെ എപ്പോ എണീക്കും നിങ്ങൾ എല്ലാവരും? ഏർലി മോർണിംഗ് എണീക്കുന്നവരുണ്ട് അല്ലെ? ഏർലി മോർണിംഗ് എണീറ്റിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മള് കുക്കിംഗ് ചെയ്യും, വീട്ടിലെ പണികൾ ചെയ്യും അല്ലെ? അത് ശരിക്കും പറഞ്ഞാൽ അവസാനിക്കുന്നത് എപ്പോഴാണ്? സമയത്താ മാത്രം അവസാനിക്കുന്നുള്ളൂ. ഇനിയിപ്പോ അത് നമ്മൾക്ക് പണികൾ അവസാനിക്കുന്ന ഉറങ്ങുന്ന ടൈമിലാണ്. നമുക്ക് അത്രയും പറയണ്ട. രാവിലത്തെ പണികൾ കഴിയുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ഏർലി മോർണിംഗ് തുടങ്ങി മക്കള് സ്കൂളിൽ പോകുന്ന ടൈം വരെ നമുക്ക് പണിയുണ്ടാവും. തിരക്ക് പിടിച്ച പണികളുണ്ടാവും. അപ്പൊ നമുക്ക് ആ രീതി പറയാം. അപ്പൊ ഏർലി മോർണിംഗ് എന്ന് പറയുന്ന കാര്യം ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ടൈം എത്രയും 3 മണിയായി എന്ന് പറയാം. ഞാൻ വെളുപ്പിന് ചെയ്ത കാര്യം പറയുമ്പോ ഇപ്പൊ 3 മണിയായെങ്കിൽ വെളുപ്പിനത്തെ കാര്യം പറയുന്നത് പാസ്റ്റിൽ വെച്ചിട്ടില്ല പറയുമോ? നമ്മള് കഴിഞ്ഞു പോയല്ലേ അല്ലെ? ഇപ്പൊ 3 മണിയാണെങ്കിൽ 2:30 നമ്മൾ ചെയ്ത കാര്യം പറഞ്ഞാലും അത് ഫാസ്റ്റ് ആണ് അല്ലേ? 3 മണിക്ക് 1 മിനിറ്റ് മുൻപുള്ള കാര്യം പറഞ്ഞാൽ പോലും അത് ഫാസ്റ്റ് ആണ്. ശരിയല്ലേ? അപ്പോ പാസ്റ്റിൽ നടന്നൊരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ രാവിലെ എണീറ്റ് പണിയെടുക്കുന്നതാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻസ് വേണ്ടേ? അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ അതൊന്ന് സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്ത് നിങ്ങൾ ആ ടെൻസിലെ സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സെന്റൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കും. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ വരുന്നത്. ഞാൻ ഇത്ര സമയം മുതൽ പണി അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് പറയാം, കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been cooking since morning. Since morning. Yeah, since morning. I've been cooking since morning. രാവിലെ മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ് വരാം. അപ്പൊ മലയാളത്തിൽ മീനിങ് വരുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റത് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇതങ്ങനെയല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റഡ് പ്രോസസ് അല്ല. പ്രസന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് പ്രോസസ് ആണ്. പാസ്റ്റിൽ തുടങ്ങിയ കാര്യം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റും, പാസ്റ്റിൽ തുടങ്ങിയ കാര്യം കണ്ടിന്യൂ ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ്. ഇപ്പൊ ക്ലിയർ ആണ്? Yes, ma'am. Yes, ma'am. I'm clear. ഇനി എന്താ ഡൗട്ട്? നമ്മള് പ്രസന്റ് ടെൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ടെൻസും സിമ്പിൾ ആണ്. സെയിം സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. വെർബിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഹാസ് ഹാവ് മാറി ഇവിടെ ഹാഡ് ഫാസ്റ്റ് ആണെങ്കിൽ ഓക്കെ. അപ്പൊ സ്ട്രക്ചർ പഠിച്ചാല് നമുക്ക് എന്താണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ അല്ലേ? നിങ്ങള് ഞാൻ പറയുന്നത് മലയാളത്തിൽ എഴുതിയിരിക്കും. പ്രസന്റിലെ മലയാളം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിൽ വരുന്നത് ഞാൻ എഴുതുന്നു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഹി റൈറ്റ്സ് എന്ന് പറയും, അവൻ എഴുതുന്നു എന്നാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹി ഈസ് റൈറ്റിംഗ് എന്ന് വരും.
അവൻ എഴുതുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് he has written. അവൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് he has been writing. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിയോ? ക്ലിയർ ആണോ? അത് മലയാളം കിട്ടിയാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേക്കാൻ പറ്റും. ഓൾറെഡി എഴുതിയിട്ടുണ്ട് മാം. ഇതോ ഓൾറെഡി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മുമ്പ് ടീച്ചർ. എഴുതിയിട്ടുണ്ട്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റില് നമ്മൾ എഴുതി. he wrote എന്നാണെങ്കിൽ അവൻ എഴുതി. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ he was writing. അവൻ എഴുതുകയായിരുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് അവൻ എഴുതിയിട്ടുണ്ട് എന്ന് വരും. എഴുതിനെ വരും. അവൻ എഴുതി. അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അവൻ എഴുതി, അവൻ എഴുതുകയായിരുന്നു, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇനി ഫ്യൂച്ചർ ആണെങ്കിൽ സിംഗിൾ ഫ്യൂച്ചർ അവൻ എഴുതും. he will write. അവൻ എഴുതും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ അവൻ എഴുതുക. എന്താ പറയാ? അവൻ എഴുതുകയായിരിക്കും. അവൻ എഴുതുകയായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അവൻ എഴുതിയിട്ടുണ്ടാകും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവൻ എഴുതി, അവൻ എഴുതുകയായിരിക്കും, അവൻ എഴുതിയിട്ടുണ്ടായിരിക്കും, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെയാണ് മലയാളം വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മലയാളം കിട്ടി. ഇതിന്റെ സ്ട്രക്ചേഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ടെൻസ് കുറച്ച് ക്ലിയർ ആണെന്നും പറഞ്ഞു. വേറെ എന്തെങ്കിലും ടെൻസ് ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഇല്ല എന്നാണെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഇനി ടീച്ചർ നവ്യ മിസ് എവിടെ വരെയാണ് എഴുതിയത്? സോറി, എടുത്തത് റിപ്പോർട്ട് സ്പീച്ച് എവിടെയാണോ? അതെ മാം. റിപ്പോർട്ട് സ്പീച്ചില് എല്ലാ ടെൻസിനെയും ബേസ് ചെയ്തിട്ട് പറഞ്ഞോ? ഇല്ല മാം, ഫ്യൂച്ചർ ടെൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രസന്റ് പാസ്റ്റ് കഴിഞ്ഞു. ഫ്യൂച്ചർ ആയിരുന്നു. ഫ്യൂച്ചർ ടെൻസ് ഓരോ ടെൻസിനെയും ബേസ് ചെയ്തിട്ട് പറഞ്ഞു. അതായത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെയല്ലേ പറഞ്ഞേ അല്ലേ? ഫ്യൂച്ചർ എവിടെ വരെ എടുത്തു? എല്ലാ ടെൻസ് ഫ്യൂച്ചർ എല്ലാം കഴിഞ്ഞോ? ഏത് ടെൻസ് അവിടെ എത്തിയാ? ഫ്യൂച്ചറും പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ടെൻഷൻ ഉണ്ടല്ലോ. ഞാൻ ക്ലിയർ ആണ്? എന്നാല് നിങ്ങള് ഞാൻ കുറച്ച് ചോദിക്കാം, അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഓക്കെ, എഴുതിയെടുത്തോളൂ. ഞാൻ പറയാം. She always wear a coat.
ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ, അതൊന്ന് നിങ്ങൾ എൻ്റെ സ്പീച്ചിലേക്ക് മാറ്റാം. സ്പീച്ചിലേക്ക് മാറ്റാം. He said she always wear a scarf. Next എഴുതാം. He said, ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി എഴുതാം ഡൗട്ട് ഉണ്ടെങ്കിൽ. He said, my friend gave me a bar of chocolates. Next one. He said, you're living in Israel, you are living in London. Okay. So let's change to your speech. Okay.
ഓക്കെ, കംപ്ലീറ്റ് ആകുമ്പോൾ പറഞ്ഞു കേട്ടോ. ഇവിടെ they said he can be teaching in my school for 5 years എന്ന് കേട്ടോ. My school for 5 years. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫിനിഷ് ഫിനിഷ് ആകുമ്പോൾ പറയാം. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, റിപ്പോർട്ട് സ്പീച്ച് ആണ് നമ്മൾ ഇതിന്റെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. സോ ഡയറക്റ്റ് സ്പീച്ച് ആണ് ഞാൻ കാണിക്കുന്നത്. അതിനേക്കാൾ ഇന്റർ സ്പീച്ചിലൊക്കെ മാറ്റാം. ഓക്കെ, is it clear or not? എഴുതിയെടുത്തോ? എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കംപ്ലീറ്റ് ആയാല് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിലാണെങ്കിൽ അത് പറയാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അശ്വതി, ഫോസാന, വിജിന, ഷാജിറ, സ്നേഹ, ഓക്കെ, ലിയാന, മജുദ, ഇത്രയും പേരുള്ളൂ ക്ലാസ്സിൽ. സോ
ഇൻഫോം ചെയ്യാൻ. പിന്നെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സ്ക്രീൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇൻഫോം ചെയ്യാം. കഴിഞ്ഞു. ഓക്കെ, എന്താ പറയൂ, ആൻസർ പറയൂ. He said, Shawty's fair record. ആൻസർ എന്താ പറയാ? He said, Shawty's fair record എന്ന് പറയുന്ന സ്പീച്ചിലേക്ക് മാറ്റുമ്പോ എന്താ അങ്ങനെയാ വരാ? He said that her always wear a coat. He said that he always She always wear a coat. always or ആണ് വരാ, not there. Okay, yeah. The simple present tense ആണ്. Simple present tense സ്പീച്ചിലേക്ക് മാറുമ്പോ പാസ്റ്റിലേക്ക് മാറും, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. ഓക്കെ, അപ്പൊ വേറെ എന്ന് പറയുന്ന സ്ഥലത്ത് more ആണ് വരാം. He said that she always wore a coat എന്നാ വരാം. more ആണ്, WORE, പേരിന്റെ പാസ്റ്റ് ഫോം ആണ്. He says, my friend gave me a bar of chocolate. He said that his friend gave him a bar of chocolate. Have given him a bar of chocolate. കാരണം ഇത് പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എങ്ങോട്ട് മാറും? പ്രസന്റ് സോറി പാസ്റ്റ് ഓവർക്കേന്ന് മാറും. അപ്പോ he said that എന്നാണ് വരാ, her friend എന്നാണ് വരാ. സോറി his friend എന്നാണ് വരാ. His friend. He said that his friend had given Him a bar of chocolate. Yeah, given him a bar of chocolate. He said that his friend had given him a bar of chocolate. So next one, they said we were living in London. They said that they had been living in London. Yeah, they said that they had been living in London. Present past continuous എന്താണ്? Past perfect continuous ലേക്ക് മാറും. They said that they had been living in London. Next, she said she wants to return 3 letters for her.
He said that She said that she had അവിടെ she was അല്ല കേട്ടോ she has ആണ് he has വാസിന്റെ അവിടെ റിട്ടേൺ വരില്ലല്ലോ ഹാസ് ആണ് ഹാസ് റിട്ടേൺ അത് present perfect ആണ് she has said she has returned 3 letters for her present perfect ആണ് present perfect ഇങ്ങോട്ട് മാറും past perfect ലേക്ക് മാറും അപ്പൊ എങ്ങനെയാ വരാം she said that she said that she was past perfect അല്ലേ she said that she had written 3 letters for her she had a book has money had a book that's all okay. She said the bread had gone stale stale meaning പഴകിയ എന്നാണ് പഴയ ഫുഡ് എന്നാണ് പഴകിയ she said that the bread had gone stale. ഇവിടെ ഇത് past perfect തന്നെയാണ് സോ past perfect സ്പീച്ചിലേക്ക് മാറുമ്പോൾ ടെൻസിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല past perfect തന്നെയല്ലേ ഓക്കെ ഇവിടെ ദാറ്റ് വരുന്നേ ഉള്ളൂ she said that the bread had gone stale that's all ടെൻസിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല change okay yeah next one this says he had been teaching in my school this says he had been teaching in my school for 5 years ഇവിടെ past perfect she said that they had been teaching in my school same വരും സെയിം ആണ് past perfect continuousനും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല they said that മാത്രം ആഡ് ചെയ്യപ്പെടും അതെല്ലാം സെയിം ആണ് teaching ഇനി നെക്സ്റ്റ് he said I will finish my report in 2 days he said that he will finish no he ഇവിടെ said that he will finish his report in 2 days yeah will എന്ന് പറയുന്നത് ഉത്തരമാണ് he said that he would finish my report in 2 days would finish will would ആകും next she said I can speak English She said that she could speak English. yeah can could she said that he could speak English next one this said he would work in the garden She said that he പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഫുഡ് തന്നെയല്ലേ they said that he that would work in the garden
Yes, machine. Okay, changes ഒന്നും വരുന്നില്ല. അത്രയേ ഉള്ളൂ. So, അപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. വില്ലിന്റെ പാസ്റ്റ് ആണ് ഫുഡ്, ക്യാനിന്റെ പാസ്റ്റ് ആണ് ഫുഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി മിസ് മൊഡാങ്കോ ഒക്കെ എടുത്തോ. മൊഡാങ്കോ അതായത് ക്യാൻ ഫുഡ്, വില്ല് ഫുഡ്, ഷാൽഷ് ഇതെല്ലാം എടുത്തോ. ഫസ്റ്റ് പറഞ്ഞിരുന്നു. എടുത്തു മാം. അതെല്ലാം എടുത്തു. ഇനി വേറെന്താണ്? അതെല്ലാം കംപ്ലീറ്റ് ആണ്. Then active voice and passive voice എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നോ. ആക്റ്റീവ് വോയിസ് എടുത്തിട്ടില്ല. ആക്റ്റീവ് വോയിസ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. Okay. പിന്നെ നിങ്ങൾക്ക് വൊക്കാബുലറി എങ്ങനെയാണ് എല്ലാവർക്കും? ക്ലാസ്സില് ഞാൻ വൊക്കാബുലറി പറയുന്നുണ്ട്. അതായത് ഈ V1, V2, V3 ഫോം മിക്കവർക്കും അറിയില്ല. കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എല്ലാവരും. സോ വൊക്കാബുലറി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അറിയാനായിട്ട്? എന്റെ ക്ലാസ്സിൽ കൊടുക്കുന്നതാണ് വൊക്കാബുലറി. ഒരു ഐ തിങ്ക് ഒരു 300 മിക്കവാറും ഒക്കെ ഉണ്ടാവും വേർഡ്സ്. അതിന്റെ 3 ഫോംസും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാകാം, അറിയാത്തതുണ്ടാകാം, എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാനത് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ മാം, പറയാം. കാരണം എഴുതിയെടുക്കുമ്പോ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആകും. കാരണം വൊക്കാബുലറി ആണ് എന്തിനും. ഒരു സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് വൊക്കാബുലറി നമുക്ക് സ്റ്റക്ക് വരും. അത് നിങ്ങൾ പറയുന്ന ഈ സ്റ്റക്ക് എന്ന് പറയുന്നത് ഈ വൊക്കാബുലറിയാണ്. വൊക്കാബുലറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പറയാം, നോട്ട് എഴുതിയാൽ മതി, എഴുതിയെടുക്കാൻ മതി. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷ് ഇപ്പൊ അറിയില്ലെങ്കിൽ കൂടിയും നമ്മൾ കുറച്ച് ഡെയിലി സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് വേണ്ട സെന്റൻസുകളുണ്ട്. അങ്ങനെ ഡെയിലി സെന്റൻസും ഞാൻ അങ്ങനെ ക്ലാസ്സിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സെന്റൻസ് ബേസ് നമുക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതുപോലെ എക്സ്പ്രഷൻസ്, സോ അതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനുശേഷം ആക്റ്റീവ് വോയിസിലേക്ക് പോയാലും മതിയോ അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് പറയാം. ടെൻസ് വൈസ് ആണ്. അപ്പോ ഇതിനോടൊപ്പം ഇങ്ങനെ ആക്ടിവിറ്റീസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ മുതൽ നമുക്ക് വൊക്കാബുലറിയും ഡെയിലി സെന്റൻസും കൂടെ കവർ ചെയ്യാം. ആക്റ്റീവ് വോയിസ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരും. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണെങ്കിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരിക. ഇവിടെ നോക്കിയേ, സിമ്പിൾ പ്രസന്റ് ടെൻസില് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസ് ആണ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ, അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് പഠിച്ചത് നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പൊ ഈ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അപ്പൊ എന്താ പറയാ, ഈ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഏതാണ്? ക്രിക്കറ്റ് ആണ് അല്ലെ. ക്രിക്കറ്റ്. പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സിംഗുലർ ആണെങ്കിൽ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഈസ് ആഡ് ചെയ്യാം. പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ആർ ആഡ് ചെയ്യും അല്ലെ. ദെൻ വെർബ് ആണ് എടുത്തത്. ഓക്സിലറിക്ക് ശേഷം വെർബ് ആണ്. അതിനുശേഷം ആരാണോ കളിക്കുന്നത്, അവിടെ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവർ വരും. അതായത് സ്ട്രക്ചർ എങ്ങനെയാണ് വരാം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വെർബിന്റെ തേർഡ് ഫോം ആണ് വരാം. ബൈ പ്ലസ് സബ്ജക്ട്. ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഈ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്ന് വരും. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. ക്രിക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു.
പ്ലേയിന്റെ V3 form played by ആരാണ്? അവനാണ്, him ആണ്. അപ്പോ he എന്ന് പറയുന്ന സബ്ജക്ട് പാസീവ് വോയിസിലേക്ക് മാറുമ്പോ him ആയിട്ട് മാറും. അടുത്തത് I serve my parents. ഇവിടെ my parents ആണ് ഒബ്ജക്റ്റ്. My parents ആര്? കാരണം my parents എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മളോട് ആര് യൂസ് ചെയ്യുന്നു? My parents are സെർവിന്റെ V3 ഫോം സെർവ്ഡ് ബൈ me. I എന്ന് പറയുന്നത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ me ആയിട്ട് മാറും. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ് മാം. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് സെയിം സ്ട്രക്ചർ നോക്കാം. ഒബ്ജക്ട് പ്ലീസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാസീവ് വോയിസ് മാറുന്നത് കേട്ടോ. അപ്പൊ സ്ട്രക്ചർ പഠിച്ചാൽ നമുക്ക് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നത് ഒബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 plus by plus subject. We are singing a song എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോ അവിടെ ഒബ്ജക്റ്റ് ഏതാണ്? എ സോങ് ആണ്. എ സോങ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ഈസ് ആഡ് ചെയ്തു, then being വേണം. ഓക്കെ, അപ്പൊ എ സോങ് ഈസ് ബീയിങ്, സിംഗിന്റെ V3 ഫോം sung by ആരാണ്? V എന്നുള്ളത് S ആയിട്ട് മാറും. ഓക്കെ, he is writing a letter. A letter is being written by him. Okay, hello. Okay, സ്നേഹ എന്നോട് തന്നെയാണോ പറഞ്ഞത്? okay ആണ്. Okay ആണ്. Next, present perfect. Object plus has or have plus being plus verb V3 plus my plus subject. You have stolen my pen. Same ആണ്. You have stolen my pen. ഇവിടെ my pen ആണ് ഒബ്ജക്റ്റ്. My pen എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ആഡ് ചെയ്യുന്നു. Then be perfectly being വേണം. So my pen has been stolen by you. You തന്നെയാണ് കേട്ടോ. Next, she has forgotten. She has been forgotten by her. She has eaten mangoes. Mangoes have been eaten by her. Okay. ടെൻസ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Okay. In next, simple past. Object plus was or were plus V3 plus by plus subject. The boy ate the mangoes എന്ന് പറയുമ്പോൾ mangoes ആണ് object. Mangoes plural ആയതുകൊണ്ട് പാസ്റ്റിലെ plural ആയതുകൊണ്ട് നമ്മൾ അവിടെ were യൂസ് ചെയ്യുന്നു. The mangoes were eaten by the boy. I didn't പറയാം കേട്ടോ. Not എന്ന് പറഞ്ഞെങ്കിൽ ഷോർട്ട് ആക്കി didn't വന്നു. I didn't tell them. them എന്ന് പറയുന്നത് they ആയിട്ട് മാറും. They were not told. Telling past told by me. Past continuous. Object plus was or were plus being plus V3 plus by plus subject. They were making a noise. A noise was being made by them. He was killing a snake. A snake was being killed by him. Then past perfect. He had lost the pen. The pen had been lost by him.
Okay, next by 18 he had taken the degree. The mistake in there. By 18 the degree had been taken by him. Next simple future. He will fly a kite. A kite will be flown by him. I shall beat him. He will be beaten by me. ഞാനിങ്ങനെ സ്പീഡിൽ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ക്ലിയർ ആയതുകൊണ്ട് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇത്രയും ടെൻസും റെക്കോർഡ് സ്പീച്ച് പഠിച്ചവർക്ക് ആക്റ്റീവ് വോയിസ് സിമ്പിൾ ആണ്. ഇതും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, next future perfect. Mohan will have helped me by evening. I shall have been helped by evening by Mohan. ഇവിടെ by evening എന്ന് ഓർത്തുകൊണ്ടും അങ്ങനെ ആഡ് ചെയ്യാം. Then by ഇവിടെ സബ്ജക്റ്റ് വേണമല്ലോ, സോ by മോഹൻ എന്ന് പറയാം നമുക്ക്. Okay, you will have spent all the money, or all the money will have been spent to by you. People speak English. Every mistake in a dog. The mistake ഉള്ള ഒരു പോർഷൻ ആണ്. അത് ഇത്രയേ ഉള്ളൂ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഈ നോട്ട് നിങ്ങൾക്ക് വേണോ? ഞാൻ അപ്പോൾ ക്ലാസ്സില് നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാലോ. യെസ്, ഞാൻ ഒരുപാട് ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. സോ ഇതേപോലെ റെസ്പോൺസ് ഇല്ലാത്തൊരു ക്ലാസ് കിട്ടുമ്പോൾ ഓക്കെ. സോ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. കാരണം അത്രയും എനിക്ക് ത്രോട്ട് കുറച്ച് പെയിൻ ഉണ്ട്, ഇൻഫെക്ഷൻ ആണ്. എന്നിട്ട് പോലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ എനിക്ക് അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായോ ഇല്ലയോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, കുറച്ച് ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അറിയൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഈ വൊക്കാബുലറി കുറച്ച് ഡെയിലി സെന്റൻസ് നോക്കാം. ഇതൊക്കെ പഠിച്ചിട്ട് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി സെന്റൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്പ്രഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പഠിപ്പിക്കാൻ കാരണം നമ്മൾ എന്തായാലും ഗ്രാമർ പഠിക്കുകയാണ്, ഇംഗ്ലീഷ് ബേസിക് പഠിക്കുകയാണ്. സോ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ബേസിക് തുടങ്ങി നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പാസീവ് സ്പീച്ച്, ടെൻസ്, ശിഷ്യം, റെക്കോർഡ് സ്പീച്ച്, പാസീവ് വോയിസ്, പിന്നെ മൊണോലോഗ്, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ മാം. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കുറച്ച് ഡെയിലി സെന്റൻസും വൊക്കാബുലറിയും കൂടെ നോക്കാം കേട്ടോ. ഓക്കെ മാം. നിങ്ങൾക്ക് ക്ലാസ് കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ മാം. മനസ്സിലാവുന്നു. എന്തെങ്കിലും എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ആയിട്ടോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, മിസ്സായിട്ട് കാണുന്നത് ഫ്രണ്ടായിട്ട് കണ്ടത് പറയാം. അങ്ങനത്തെ എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ മാം. നിങ്ങൾ ഓക്കെ ആണോ ക്ലാസ്സില്? യെസ് മാം. ബോറടിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇല്ല മാം. Okay, so the mind again. Thank you. Thank you all. See you on the next class. Thank you, ma'am.